കേരള സർക്കാരിന്റെ പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി വലിയ തരത്തിലാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. എന്നാൽ പദ്ധതിയിൽ എങ്ങനെ ചേരുമെന്നോ ഇതിന്റെ രീതി എങ്ങനെയാണെന്നോ കൃത്യമായി ആർക്കും അത്ര വ്യക്തമല്ല. എങ്കിൽ പലിശരഹിത സംരംഭ വായ്പാ പദ്ധതിയുടെ യോഗ്യത, ആനുകൂല്യങ്ങൾ, അപേക്ഷിക്കേണ്ട വിധം എന്നിവ മനസ്സിലാക്കാം. പ്രഖ്യാപനം മുതൽ കേരള സർക്കാരിന്റെ പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി വലിയ തരത്തിലാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വിവരങ്ങൾ ലഭിച്ചാലും അത് ഇരുകൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ പദ്ധതിയിൽ എങ്ങനെ ചേരുമെന്നോ ഇതിന്റെ രീതി എങ്ങനെയാണെന്നോ കൃത്യമായി പലർക്കും അറിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. എങ്കിൽ പലിശരഹിത സംരംഭ വായ്പാ പദ്ധതിയുടെ യോഗ്യത, ആനുകൂല്യങ്ങൾ, അപേക്ഷിക്കേണ്ട വിധം എന്നിവ കൃത്യമായി മനസ്സിലാക്കണം. അതെ, ഈ പദ്ധതിയിലൂടെ കടബാധ്യത ഭയന്ന മലയാളി സ്ത്രീകൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കാം. പ്രിയദർശിനി KSRTCയുടെ യാത്രാ പദ്ധതിക്ക് പിന്നാലെയാണ് സർക്കാർ വായ്പാ പദ്ധതിയും എത്തിച്ചത്. അറിയാമല്ലോ, ഇത് തീർത്തും ഒരു പലിശരഹിത വായ്പാ സ്കീം തന്നെയാണ്. കേരള സർക്കാരിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനാണ് ഈ പദ്ധതിയുടെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. സ്വന്തമായി ബിസിനസ് തുടങ്ങാനും അത് വികസിപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സഹായം തന്നെയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. എന്നാൽ ഇത് എങ്ങനെ ലഭിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായി വിവരം ലഭിച്ചില്ലെങ്കിൽ ഇനിയും ഇതിലേക്ക് ചേരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് പ്രധാനമായും പദ്ധതിയുടെ ലക്ഷ്യം വനിതാ ശാക്തീകരണവും സ്വയം തൊഴിൽ പ്രോത്സാഹനവുമാണ്. ഈ സംരംഭ വായ്പയ്ക്ക് പലിശയില്ല എന്നത് മറ്റൊരു കാര്യം. സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനോ, നിങ്ങൾ പുതിയതായി ബിസിനസ് ആരംഭിക്കാനോ, അല്ലെങ്കിൽ ഇനി നടത്തിക്കൊണ്ടുപോകുന്ന ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ധനസഹായം ഉറപ്പായും ലഭിക്കും. ഏകദേശം 100 കോടി രൂപയാണ് പദ്ധതി വഴി വിതരണം ചെയ്യുന്നത്. ഇത് വനിതകൾക്കായി മാത്രം രൂപകൽപ്പന ചെയ്തതാണ്. ഇതിൽ മുൻഗണനയുള്ളത് കുടുംബശ്രീ CDSകൾക്കും രജിസ്റ്റർ ചെയ്ത NGOകൾക്ക് കീഴിലുള്ള അർഹരായ വനിതകൾക്കുമാണ്. KSBCDC വഴിയാണ് പദ്ധതി എത്തുന്നതെങ്കിലും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് ആനുകൂല്യം പെട്ടെന്ന് തന്നെ ലഭിക്കും. പ്രധാനമായും അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇതിലൂടെ ഉൽപാദനവും സേവനവും കച്ചവട മേഖലയിൽ കൂടുതൽ മെച്ചപ്പെടലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വായ്പയ്ക്ക് പലിശയില്ല എന്നതാണ് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം. ഗ്രാമീണ നഗര മേഖലകളിലെ വനിതകൾക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താനും ഇത് സഹായിക്കും. ഇത് അപേക്ഷിക്കേണ്ട രീതി കൃത്യമായി മനസ്സിലാക്കണം. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ KSBCDCയുടെയും കുടുംബശ്രീ ഔദ്യോഗിക കേന്ദ്രങ്ങൾ വഴി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ കൃത്യമായി ഹാജരാക്കണം. അതായത് തിരിച്ചറിയൽ രേഖകൾ, റേഷൻ കാർഡ്, വരുമാന ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടതുണ്ട്. പിന്നീട് നിങ്ങൾ എന്ത് സംരംഭമാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവ മുൻകൂട്ടി തയ്യാറാക്കണം. വായ്പ പലിശരഹിതമാണെങ്കിലും മുതലിന്റെ തുക കൃത്യസമയത്ത് തിരികെ നൽകണം. കൃത്യമായി തിരിച്ചടവ് ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.